ജമ്മു കശ്മീരിൽ ഒരു വ്യത്യസ്തമായൊരു ലേലം നടന്നു. ഒരു മുട്ടയുടെ ലേലം. ലേലത്തിൽ മുട്ട വിറ്റുപോയത് 2.26 ലക്ഷം രൂപയ്ക്കാണ്. മുസ്ലിം പള്ളിയുടെ നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്താൻ നടന്ന ലേലത്തിലാണ് ഇത്രയും വലിയ തുകയ്ക്ക് മുട്ട ലേലം ചെയ്തത്. ലേലത്തിൽ വാങ്ങിയ മുട്ട വീണ്ടും പള്ളിക്ക് തന്നെ മടക്കി നൽകി ഒന്നിലധികം തവണ ലേലം നടത്തിയാണ് ഇത്രയും അധികം രൂപ സമാഹരിച്ചത്. പള്ളിയുടെ നിർമ്മാണം വേഗം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച വിശ്വാസികളാണ് മുട്ട ലേലത്തിൽ വാങ്ങിയ ശേഷം പള്ളിക്ക് തന്നെ തിരികെ നൽകി മാതൃകയായത്. ഒടുവിൽ യുവ ബിസിനസ്സുകാരനായ ഡാനിഷ് അഹമ്മദ് 70,000 രൂപയ്ക്കാണ് മുട്ട വാങ്ങിയത്. ഒന്നിലധികം ദിവസങ്ങളായി നടന്ന ലേലത്തിലൂടെ മുട്ടയിൽ നിന്നു മാത്രം 2,26,350 രൂപയാണ് സമാഹരിച്ചത്. വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണ് പള്ളിയുടെ നിർമ്മാണത്തിന് നാട്ടുകാർ ഉദാരമായി സംഭാവന ചെയ്തത്. ശ്രീനഗറിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള സോപ്പാറിലെ ഒരു ഗ്രാമത്തിലാണ് ഹൃദയസ്പർശിയായ മുട്ടയുടെ ലേലം നടന്നത്. പള്ളിയുടെ നിർമ്മാണത്തിനായി പള്ളി കമ്മിറ്റിയാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന തേടിയത്. പണമായും അല്ലാതെയുമാണ് സംഭാവന സ്വീകരിച്ചിരുന്നത്. ഒരു വയോധികയാണ് മുട്ട സംഭാവനയായി നൽകിയത്. പണത്തിന്റെ രൂപത്തിലല്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ് ലേലത്തിൽ വിറ്റത്. ഈ കൂട്ടത്തിലാണ് മുട്ട സ്റ്റാർ ആയത്. ലേലത്തിൽ വിറ്റ മുട്ടയിൽ നിന്നാണ് 2 ലക്ഷത്തിലധികം രൂപ ലഭിച്ചത്. ഒരു മുട്ടയ്ക്ക് വേണ്ടി 3 ദിവസമാണ് ലേലം നടന്നത്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പണം മുടക്കി ലേലത്തിൽ വാങ്ങിയ മുട്ട തിരികെ പള്ളി കമ്മിറ്റിക്ക് നൽകുകയാണ് ചെയ്തത്. പള്ളി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ലേലത്തിൽ പങ്കെടുത്തവർ കൂടുതൽ ഉദാരമനസ്കത കാണിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.